2025 is officially coming to an end. We still got time. ഈ ഒരു 1.5 മാസത്തിന്റെ ഗ്യാപ്പിൽ കുറച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐഡിയാസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഇത് ഈ വീഡിയോന്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ അടുത്ത ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യാം. എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Next thing is to invest in a good planner. But hear me out. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടിട്ട് ഇപ്പം തന്നെ ആര് ചേച്ചി പുതിയൊരു പ്ലാനർ വാങ്ങാൻ പറഞ്ഞു എന്നുകൊണ്ട് ആരും വാങ്ങാൻ പോകണ്ട. മൊത്തം കാര്യം പറയട്ടെ. പ്ലാനർ ബേസിക്കലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേയ്സും വീക്സും ഒക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതും പറഞ്ഞ് ഒരുപാട് പ്രൈസ് കൊടുത്ത് വലിയ ഭംഗിയുള്ള ഈസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള പ്ലാനർ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ സാധാ നോട്ട്ബുക്ക് ഇല്ലേ, ഈവൻ ഒരു 10 രൂപയുടെ നോട്ട്ബുക്ക് പോലും ഒരു പ്ലാനർ തന്നെയാണ്. വാങ്ങുന്ന പ്ലാനർ ആണെങ്കിൽ അതിൽ ഓൾറെഡി ടു ഡു ലിസ്റ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. സാധാരണ നമ്മുടെ നോട്ട്ബുക്സ് ആണെങ്കിൽ നമ്മൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ബട്ട് ഫോർ മീ എൻ്റെ കയ്യിൽ 2 പ്ലാനേഴ്സ് ഉണ്ട്. ഈ 2 പ്ലാനേഴ്സിൽ ഒരു പ്ലാനർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതും 10 പേജ് മാത്രമേ ഈ 300 പേജിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ദ റീസൺ വേറെ ഒന്നുമല്ല, അതിലിപ്പോൾ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു 5 ലൈൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. മേ ബി ഒരു ദിവസം എനിക്ക് 10 ടാസ്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഒരു പ്ലാനർ അത്ര യൂസ്ഫുൾ അല്ല. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു നോർമൽ വരയിട്ട നോട്ട്ബുക്കാണ്. ഈ വരയിട്ട നോട്ട്ബുക്കിലാണ് ഞാൻ എല്ലാ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലാനർ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വേഗം പോയി പുതിയൊരു പ്ലാനർ വാങ്ങണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതേപോലെ ഒരു നോട്ട്ബുക്ക് വാങ്ങി പ്ലാൻ ചെയ്താലും മതി. ചില ആൾക്കാർക്കൊക്കെ നോർമൽ നോട്ട്ബുക്ക് വാങ്ങി വെറുതെ എഴുതി വെക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതേപോലത്തെ പ്ലാനേഴ്സ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ പ്ലാനേഴ്സ്. നെക്സ്റ്റ് തിങ് ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടെയാണ്, is to celebrate your progress. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് വാട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡു ഈസ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കും. ഇതാണിപ്പോൾ ഒരു ഗോൾ എന്ന് വെച്ചോ. നമ്മൾ മേ ബി ഇവിടെ ആയിരിക്കും നിൽക്കുക. ഈ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഇങ്ങനെ പോയി എത്തണം. എപ്പോഴും കൂടുതൽ ആൾക്കാരും ചെയ്യാറുള്ളത് ഗോളിൽ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മളെന്താ, അയ്യോ ഇവിടെ എത്തിയില്ലല്ലോ, അയ്യോ ഇവിടെ ഇതുവരെ എത്തിയില്ലല്ലോ, അങ്ങനെയെന്ന് കൊണ്ട് വിചാരിക്കും. പക്ഷേ ഈ ഒരു മീൻ ടൈമിൽ ഇവിടം വരെ നമ്മൾ എത്തിയെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. ആൻഡ് ദാറ്റ്സ് എ മിസ്റ്റേക്ക് ഐ മേക്ക് ആൻഡ് യു ഷുഡ് നോട്ട് മേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നോട്ടീസ് ചെയ്യുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതും. നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ പോലെ പറയാനാണെങ്കിൽ, ഒരു യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരുടെ ആദ്യത്തെ സ്വപ്നം എന്ന് പറയുന്നത് 100K ആയിരിക്കും. പക്ഷെ 100K ഒറ്റൊരു വീഡിയോ ഇട്ടുകൊണ്ട് നമുക്ക് കിട്ടില്ല. ആദ്യം 500 ആവണം, 1K ആവണം, 2K ആവണം, 3K ആവണം, അങ്ങനെ പോയി 50K 51K അങ്ങനെ ഓരോ K വെച്ച് കൂടിയ 100K ആവുള്ളൂ. അപ്പോൾ മേ ബി നമ്മളൊരു 10 വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ 100K എത്തിയില്ലല്ലോ എന്നൊരു തോന്നൽ വരും. പക്ഷേ ഈ ഒരു 10 വീഡിയോസ് ഇടുന്ന ഒരു ഗ്യാപ്പിൽ മേ ബി നമുക്കൊരു 5Kയോ 10Kയോ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഇതേപോലെ തന്നെ സ്കൂളിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നമുക്ക് നല്ല മാർക്ക് വേണം. ആദ്യത്തെ എക്സാമിന് ഒരു 50% നമുക്ക് മാർക്ക് കിട്ടിയുള്ളൂ. നെക്സ്റ്റ് എക്സാമിന് നമുക്ക് മേ ബി 60 കിട്ടും, പിന്നെ നമുക്ക് 70 കിട്ടും. നമ്മുടെ എൻ ഗോൾ 100 അല്ലെങ്കിൽ ഒരു 90% ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അയ്യോ 90 കിട്ടിയില്ല, 100 കിട്ടിയില്ല എന്ന് മാത്രമേ ആലോചിക്കുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും 50 ഞാൻ 60 എത്തിയത് കൊണ്ട് ആലോചിക്കാറില്ല. പക്ഷേ ഇനി മുതൽ അത് ചെയ്യാൻ പാടില്ല. ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ വരാൻ തുടങ്ങും. നെക്സ്റ്റ് തിങ് യു ഷുഡ് ഡു ഇസ് ടു റൈറ്റ് ടോപ്പ് 3 ഓർ ടോപ്പ് 5 പ്രയോറിറ്റീസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം നമ്മൾ എന്തൊക്കെ ഗോൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ടോപ്പ് 3 ഓർ ടോപ്പ് 5 എന്ന് പറയാനുള്ള കാര്യം നമ്മൾ ജനറലി നമ്മൾ പറയാറുള്ളത് ടോപ്പ് 3 കാര്യങ്ങൾ എഴുതി വെക്കണം എന്നാണ്. പക്ഷെ ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ മീൻസ് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. പക്ഷേ 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്തായാലും ചെയ്ത് തീർക്കണം എന്നുള്ള പോലത്തെ 3ഓ 5ഓ കാര്യങ്ങൾ എഴുതി വെക്കാം. ഇപ്പം തന്നെ അത് എഴുതി വെക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ടാവും, ഓക്കെ നെക്സ്റ്റ് ഇയർ നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളതാണെന്ന്. നെക്സ്റ്റ് തിങ്, ഇത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, വേറെ ഒന്നുമല്ല, അൺഫോളോ അക്കൗണ്ട്സ് ദാറ്റ് ഡ്രെയിൻസ് യുവർ എനർജി. ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നതോ, അതായത് വെറുതെ കണ്ട് ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലത്തെ സാധനമോ, അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും ഇൻസ്പയർ ചെയ്യാത്തതോ, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആക്കുന്നതോ ആയിട്ടുള്ള ചാനൽസ് ഉണ്ടെങ്കിൽ
ഇപ്പൊ തന്നെ അൺഫോളോ ചെയ്യാം. നെക്സ്റ്റ് തിങ് ഇസ് ടു മേക്ക് എ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഓഫ് വിൻസ് ഫ്രം 2025. ഈ ഒരു 2025 ഇയറിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളത് എഴുതി വെക്കാം. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ കുറച്ചെങ്കിലും ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ 2025 അത്ര മോശം വർഷമൊന്നും അല്ല, കുറച്ചൊക്കെ അടിപൊളി വർഷമായിരുന്നു എന്നുള്ളതൊക്കെ തോന്നാൻ തുടങ്ങും. നെക്സ്റ്റ് തിങ്, ഇതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് പറയാൻ വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ വരുന്നുണ്ട്. വേറൊന്നുമല്ല, ടു മേക്ക് എ കോസി വിന്റർ പ്ലേലിസ്റ്റ്. എനിക്കിത് പറയുമ്പോൾ തന്നെ നല്ലൊരു ഫീല് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഡിസംബർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മന്താണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഡിസംബർ 25th ക്രിസ്മസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി, Jan 3 എൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ആയി. അപ്പം മൊത്തം ഒരു എന്താ പറയുക, മാലപ്പടക്കം പോലെ ആഘോഷങ്ങളാണ്. അതൊരു കാരണം. പിന്നെ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഇയർ, പുതിയൊരു വർഷത്തിലോട്ട് കിടക്കാൻ പോകുന്നു. പിന്നെ ഡിസംബർ ആകുമ്പോൾ നമ്മുടെ അവിടെ മഞ്ഞ് പെയ്യുന്ന തണുപ്പൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് പോയി നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റും പുറകിലെ പാടത്തൊക്കെ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവും. എനിക്ക് ആ ഒരു ഫീല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ കേൾക്കാൻ പറ്റിയ കുറച്ച് വിൻ്റർ പ്ലേലിസ്റ്റ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് മറ്റേ സാധനം എന്താ പറയുക, സ്നോമാൻ, മറ്റേ സിയയുടെ സ്നോമാനിലെ ലിറിക്സ് ഒക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സാധനമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളും അതിൻ്റെ മുമ്പത്തെ ഡിസംബറിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും. സോ ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ്. സോ നെക്സ്റ്റ് തിങ് യു ഷുഡ് ഡു ഇസ് ടു സ്റ്റാർട്ട് എ സേവിങ് ജാർ. അതായത് നമ്മൾ ചെറുതായിരിക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയാൽ തന്നെ നമ്മൾ ഉടനെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നേരെ കൊണ്ടുപോയി നമ്മുടെ മണി ബോക്സിൽ അല്ലെങ്കിൽ പൈസ കുടിക്കയുടെ അകത്തൊക്കെ ഇട്ട് വയ്ക്കും. പക്ഷേ നമ്മൾ വലുതായതിനു ശേഷം അങ്ങനത്തെ പരിപാടിയൊന്നും മിക്ക ആൾക്കാരും ചെയ്യാറില്ല. ഇപ്പോൾ പൈസ കൊടുക്കേക്ക് പകരം എന്തായി, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയി, സേവിങ്സ് അക്കൗണ്ട് ആയി, കയ്യിലുള്ള പൈസയൊക്കെ അതിനകത്തോട്ട് ഇടാൻ തുടങ്ങി. പക്ഷെ ഒരിക്കലും ഈ ഒരു ഐറ്റം നമ്മുടെ ഈ ഒരു നൊസ്റ്റു പൈസ കൊടുക്കേണ്ട അത്രയും വരില്ല. അതും പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള അത്രയും പൈസ കൊണ്ട് ഈ പൈസ കൊടുക്കേണ്ട അകത്ത് ഇടണമെന്നൊന്നുമല്ല. കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ഒരു സേവിങ് ജാർ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു മണി ബോക്സ് വാങ്ങാം. അതിപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേപോലെ ഒരു മണി ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അതും അല്ലെങ്കിൽ സാധാ നമ്മുടെ കുപ്പിയുടെ ഗ്ലാസിൻ്റെ ജാറോ പ്ലാസ്റ്റിക്കിൻ്റെ ജാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുക. ആൻഡ് പൈസ സേവ് ചെയ്ത് വെക്കുക പറഞ്ഞാൽ നാളെ മുതലേ തുടങ്ങിക്കോ. 1 രൂപയാണെങ്കിൽ 1 രൂപ ഇട്ട് തുടങ്ങിക്കോ. ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കുറച്ച് പൈസ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്മോൾ പർച്ചേസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കൊരു നൊസ്റ്റു ഫീലും വരും. നെക്സ്റ്റ് ഇയറിലോട്ട് പോകാൻ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. നെക്സ്റ്റ് തിങ് യു ഷുഡ് ഡു ഇസ് ടു ട്രൈ സം ന്യൂ ഹെയർ സ്റ്റൈൽ. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എപ്പോഴും ഞാൻ ഈ ഒരു ചട്ടി കമ്മിത്തിയ ഹെയർ സ്റ്റൈൽ അല്ലാണ്ട് പുതിയ ഹെയർ സ്റ്റൈൽ ഒന്നും ട്രൈ ചെയ്ത് നോക്കാറില്ല. വേറൊന്നുമല്ല, എൻ്റെ അവിടെ 2 സൈഡും മുടി ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എന്ത് ഹെയർ സ്റ്റൈൽ പരീക്ഷ നോക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ എന്നെ പോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും, നിനക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ അല്ലാണ്ട് വേറെ ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യാനില്ലേന്നൊക്കെ. അപ്പോൾ അടുത്ത വർഷം എത്തുന്നതിന് മുമ്പ് കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് സ്യൂട്ടായി തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഗോ ടു ഹെയർ സ്റ്റൈൽ ആയിട്ട് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ വല്ലവിടെയൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നല്ല അടിപൊളി ചെത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് തിങ്, എനിക്കൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമായിരിക്കും, is to spend a full day without phone. പറയുമ്പോൾ കുറച്ച് എളുപ്പമൊക്കെ ആയിരിക്കും, ചെയ്യാൻ കുറച്ച് പാടൊക്കെ ആയിരിക്കും. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിലാണ് നമ്മുടെ എല്ലാ കാര്യവും ഉള്ളത്. ഇപ്പം എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം മൊത്തം ഫോൺ മാറ്റി വെക്കുക എന്ന് പറയുന്നത് അങ്ങനെ നടക്കുന്ന കാര്യമൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ട്രൈ ടു ഡു ഇറ്റ്. ഇപ്പോൾ ഫുൾ ഡേ വേണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു 2 hours ഫോൺ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് തിങ്, ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറച്ച് നൊസ്റ്റാൾജിയ വരുത്തുന്ന ഒരു ഐറ്റം ആയിരിക്കും, is to revisit an old hobby you forgot about. ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള കുറേ ഹോബീസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, ഡാൻസിങ് ആവാം, സിംഗിങ് ആവാം, ക്രാഫ്റ്റ് ചെയ്യുന്നതാവാം, ഡ്രോയിങ് ആവാം, അങ്ങനെ പല ഹോബീസ്. പക്ഷെ നമ്മൾ വളർന്ന് വരുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ കാരണം മേ ബി നമ്മൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഹോബി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ഡു ഇറ്റ് അഗെയിൻ. ഇപ്പോൾ ചെറുപ്പത്തിൽ നല്ലപോലെ വരയ്ക്കുന്ന ഒരാളായിരിക്കാം. മേ ബി നിങ്ങളൊരു വർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കോളേജൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിനൊന്നും സമയമില്ലാതുകൊണ്ട് കംപ്ലീറ്റ്ലി മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡേ എങ്കിലും വീണ്ടും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിൽ സിംഗ് ചെയ്യാൻ തുടങ്ങുക, ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. നെക്സ്റ്റ് തിങ്,
പിക്ക് ആൻ ഔട്ട്ഫിറ്റ് ദാറ്റ് മേക്സ് യു ഫീൽ കോൺഫിഡൻറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ആസ് യുവർ ഗോ ടു ഔട്ട്ഫിറ്റ്. ഇപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് എന്ന് പറയുന്നത് ജീൻസും എന്തെങ്കിലും ഒരു ടോപ്പും ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സംടൈംസ് എനിക്ക് ക്രോപ്പ് ടോപ്പ് ഇടാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഭയങ്കര ലൂസായിട്ട് നല്ലപോലെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പോലത്തെ എന്തെങ്കിലുമൊക്കെ ഔട്ട്ഫിറ്റ് ഇടാനായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷനാണ് ഷോർട്ട് കുർത്താസ്. ലൈക്ക് ഷോർട്ട് കുർത്താസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാനില്ല. ജീൻസ് ഇടുക, മുകളിൽ ഷോർട്ട് കുർത്ത അങ്ങോട്ട് വലിച്ചിടുക, ഭയങ്കര ലൂസും ആണ്, ഭയങ്കര കംഫർട്ടബിളും ആണ്. അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു സിഗ്നേച്ചർ ലുക്ക്. ഫസ്റ്റ് ഒന്നും എൻ്റെ കയ്യിൽ ഒറ്റ ഷോർട്ട് കുർത്താസ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഏകദേശം 10 ഷോർട്ട് കുർത്താസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സിങ് സ്റ്റൈലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്ഫിറ്റ് കണ്ടുപിടിക്കാം. അത് നിങ്ങളുടെ ഒരു ഗോ ടു ഔട്ട്ഫിറ്റ് ആക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിട്ടിട്ട് പോവാം, അങ്ങനെ ഒരു സംഭവം. നെക്സ്റ്റ് തിങ് ഇസ് ടു ക്രിയേറ്റ് എ സിഗ്നേച്ചർ റുട്ടീൻ. വേറെ ഒന്നുമല്ല, ഓരോ ആൾക്കാർക്ക് ഓരോ യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാവും. ആ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈല് നിങ്ങളുടെ റുട്ടീൻസിലോട്ട് കൊണ്ടുവരാം. ചിലപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് രാവിലത്തെ ചായയുടെ കൂടെ ന്യൂസ് പേപ്പർ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരിക്കും. അത് അവരുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ്. മീൻസ് രാവിലെ ചായ കുടിക്കണമെങ്കിൽ അവർക്ക് ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ചായ ഇറങ്ങുള്ളൂ. അതുപോലെ ഒരു സ്റ്റൈൽ. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങളുടെ ഡെയിലി റുട്ടീനിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ കൂടുതലും ഫോണോ ടി വിയൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും മേ ബി കഴിക്കുക. അപ്പോൾ അതിന് പകരം ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കിന് 2 പേജ് കഴിക്കുമ്പോൾ വായിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈൽ നിങ്ങളുടെ റുട്ടീനിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു സിഗ്നേച്ചർ റുട്ടീൻ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനൊരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഐഡിയാസ് കളക്ട് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം, ഷൂട്ട് ചെയ്യണം, പിന്നെ ക്ലീനിങ് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനൊരു സിഗ്നേച്ചർ റുട്ടീൻ പോലെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മൺഡേ ഞാൻ സ്ക്രിപ്റ്റിങ്ങിനും ഐഡിയ കളക്ഷനും വേണ്ടിയിട്ട് ആ ഒരു ദിവസം മൊത്തം അങ്ങോട്ട് മാറ്റി വെച്ചു. ട്യൂസ്ഡേ ആകുമ്പോൾ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തു. വെനസ്ഡേ ആകുമ്പോൾ റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. തേഴ്സ്ഡേ ആകുമ്പോൾ കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്തു. ഫ്രൈഡേ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിഗ്നേച്ചർ റുട്ടീനായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ എന്തെങ്കിലും കുട്ടി കാര്യം മാറ്റുന്നത് മുതൽ നമ്മുടെ ഒരു വീക്ക്ലി റുട്ടീനിൽ വലിയൊരു മാറ്റം വരുത്തുന്നത് വരെ നമ്മുടെ ഒരു സിഗ്നേച്ചർ റുട്ടീനാണ്. നെക്സ്റ്റ് തിങ്, സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട്. സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഡിൽ ടോക്സിൽ ഞാൻ ഇതുപോലൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ഔട്ട് ഡസൻറ്റ് മീൻ ഗോയിങ് ടു ജിം. ഇതാദ്യം മനസ്സിലാക്കിക്കോളൂ. കാരണം നമ്മൾ വർക്കിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോകണം, ഇതായിരിക്കും ആദ്യം മനസ്സിലാലോചിക്കുക. പക്ഷേ വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഹോം വർക്കൗട്ട് ചെയ്യാം. നമ്മൾ മറ്റേ യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ആപ്പൊക്കെ ഉണ്ട്, ആപ്പിലൊക്കെ നോക്കി നമ്മൾ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഈസ് ടു ടേക്ക് എ വാക്ക്. വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് റോട്ടിൽ നടക്കാൻ പോകണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഉലാത്തുകൾ നടത്തിയാൽ മതി. ഉലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈയൊക്കെ വീശി ഇങ്ങനെ നടന്ന് അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ നടന്നാലും ഇറ്റ്സ് ആക്ച്വലി എ വർക്കൗട്ട്. ഇപ്പം എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഞാനങ്ങനെ എന്താ പറയുക യൂട്യൂബൊക്കെ നോക്കി ആ വർക്കൗട്ടൊന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഈ ഒരു റൂം 2nd ഫ്ലോറിലാണ്. ഒരു ദിവസം ഞാൻ ഈ സ്റ്റെയർസ് ഒരു 30 തവണയെങ്കിലും കയറി ഇറങ്ങാറുണ്ട്. അതാണ് എൻ്റെ വർക്കൗട്ട്. ബേസിക്കലി പറയാനാണെങ്കിൽ വർക്കൗട്ട് മീൻസ് മൂവിങ് യുവർ ബോഡി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് കുറച്ചൊക്കെ ഒന്ന് വർക്കൗട്ട് അല്ലെങ്കിൽ ഫിസിക്കലി ആക്റ്റീവ് ആവാൻ തുടങ്ങുക. നെക്സ്റ്റ് തിങ്, മേക്ക് എ സ്മോൾ വിഷ് ലിസ്റ്റ് ഫോർ 2026. വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാട്ടാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ വാങ്ങണം, ഇതിലേത് വേണമെങ്കിലും ആവാം. പക്ഷേ എൻ്റെ ടൈപ്പ് ഓഫ് വിഷ് ലിസ്റ്റ് എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. മീൻസ് 2026 എനിക്ക് ഇത് വാങ്ങണം, അത് വാങ്ങണം, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. ആൻഡ് നമ്മൾ ലാസ്റ്റ് ഭാഗത്തിലോട്ട് എത്തി. സമയം ഇപ്പോൾ 12:47. രാവിലെ എനിക്ക് കഡിൽ ടോക്സിലെ ഈ വീഡിയോയും ഒരുമിച്ച് പബ്ലിഷ് ചെയ്യണം. ഇന്ന് രാത്രി ശിവരാത്രി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തിങ്ങിലോട്ട് പോവാം. ലാസ്റ്റ് തിങ്, ഡു വൺ ബ്രേവ് തിങ് ബിഫോർ ദിസ് ഇയർ എൻഡ്സ്. ഡു വൺ ബ്രേവ് തിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബ്രേവ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുട്ടി കുട്ടി കാര്യമാകാൻ പാടില്ല. നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ അങ്ങനെ നിർബന്ധിച്ച് ചെയ്തേ പറ്റൂന്നൊന്നും പറയില്ല കേട്ടോ. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ആയിരിക്കും. മീൻസ് നമ്മളിങ്ങനെ ബ്രേവ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഞ്ചി ജമ്പിങ് ചെയ്യണം, പാരാഗ്ലൈഡിങ് ചെയ്യണം, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുക, ഒറ്റയ്ക്ക് ഒരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കഫേക്ക് പോവുക, ഇതൊക്കെ ഒരു വലിയ ബ്രേവ് ആയിട്ടുള്ള തിങ് ആട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നാളെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങാം. ഇതൊക്കെയാണ് ബ്രേവ് തിങ് എന്ന് ഉദ്ദേശിച്ചത്. അത്രയേ ഉള്ളൂ. അമ്മേ എൻ്റെ തൊണ്ട വറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. കടിൽ ടോക്സിൻ്റെ കാര്യം മറക്കണ്ട. വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ മീൻസ് ആ ഒരു ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ ഗൈസ്, ദിസ് ഇസ് ആര്യ ചേച്ചി സൈനിങ് ഓഫ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.